സാധാരണ ഷോപ്പിൽ പോയിട്ട് ഡ്രസ്സുകളും ഫാബ്രിക്കും ഒക്കെ നമ്മൾ വാങ്ങാറുണ്ട്. എന്നാൽ ഇത് തൊട്ട് നോക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവാം. ചില ഫാബ്രിക്കുകളെ കുറിച്ചിട്ട് നമുക്ക് ടച്ചിങ് ഫീലിൽ അല്ലെങ്കിൽ നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്കറിയാം. എന്നാൽ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങുമ്പോൾ ഒരുപാട് ഫാബ്രിക്കിനെ കുറിച്ചിട്ട് നമുക്ക് അറിവുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ജോർജറ്റ് ഫാബ്രിക്കിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ജോർജറ്റ് ഫാബ്രിക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ലോ റേഞ്ചിൽ നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ഫാബ്രിക്കും ജോർജറ്റ് ആണ്. എന്നാൽ ജോർജറ്റിനേക്കാളും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് ഷിഫോൺ എന്ന് പറയുന്ന ഫാബ്രിക്. ഏറ്റവും കൂടുതൽ ദുപ്പട്ടാസിലൊക്കെ ആയിരിക്കും നമുക്ക് ഷിഫോൺ ഫാബ്രിക്കുകൾ നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്ത് വരുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരുന്ന ഫാബ്രിക്കാണ് ജോർജറ്റും ഷിഫോണും തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ തന്നെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഫാബ്രിക്കാണ് കോട്ടൺ ഫാബ്രിക്കുകളും റയോൺ ഫാബ്രിക്കുകളും. ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന കോട്ടൺ ഫാബ്രിക് ജയ്പൂർ കോട്ടൺസ് ആണ്. കാരണം അതിൻ്റെ ബ്രീത്തബിലിറ്റിയും അതിൻ്റെ ആ ഒരു പ്രിന്റിങ് ക്വാളിറ്റിയും നമ്മുടെ നാട്ടിൽ വളരെയധികം ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു കാറ്റഗറിയാണ്. കോട്ടണും പോളിസ്റ്ററും മിക്സ് ആയിട്ടുള്ള ഫാബ്രിക്കുകളും ഒരുപാട് ഇന്ന് മാർക്കറ്റിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട്. ലേഡീസ് വെയറുകളിൽ സാധാരണ യൂസ് ചെയ്യുന്ന വളരെ ക്ലാസ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് റയോൺ ഫാബ്രിക്. എന്നാൽ ഇന്നിപ്പോൾ മെൻസ് വെയറിലും റയോൺ ഫാബ്രിക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ബൈ എക്സ്പീരിയൻസ് ആണ് ഇത് ഏതെല്ലാം ഫാബ്രിക് ആണെന്ന് അറിയുന്നതും അതുപോലെ ഏതെല്ലാം ഗാർമെന്റ്സിൽ ഇത് അപ്ലൈ ചെയ്യണം എന്ന് മനസ്സിലാക്കുന്നതും.